ലോകരാഷ്ട്രങ്ങൾ പലതും ഇറാനെതിരെ തിരിഞ്ഞപ്പോഴും ഇന്ത്യ പഴയ സുഹൃത്തിനെ കൈവിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ നടന്ന നിർണായക വോട്ടെടുപ്പിൽ ഇന്ത്യ ഇറാനെ പിന്തുണച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിനെതിരെയാണ് ഇന്ത്യ വോട്ട് ചെയ്തത്. വെള്ളിയാഴ്ച നടന്ന വോട്ടെടുപ്പിൽ പ്രമേയം പാസാക്കിയെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള 7 രാജ്യങ്ങൾ ഇതിനെ ശക്തമായി എതിർത്തു. ഇറാനിലെ മനുഷ്യാവകാശ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി അവതരിപ്പിച്ച പ്രമേയത്തെ രാഷ്ട്രീയ പ്രേരിതം എന്നാണ് ഇന്ത്യ വിലയിരുത്തിയത്. 25 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ ചൈനയ്ക്കും പാകിസ്ഥാനുമൊപ്പം ഇന്ത്യയും നോ വോട്ട് രേഖപ്പെടുത്തി. 14 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കഴിഞ്ഞ ഡിസംബർ മുതൽ ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ ഭരണകൂടം അടിച്ചമർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രമേയം വന്നത്. പ്രതിഷേധങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇറാനിലെ മനുഷ്യാവകാശ സാഹചര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര വസ്തുതാന്വേഷണ ദൗത്യം ഫാക്ട് ഫൈൻഡിംഗ് മിഷൻ വേണമെന്നും അതിന്റെ കാലാവധി 2 വർഷത്തേക്ക് കൂടി നീട്ടണം എന്നും മനുഷ്യാവകാശ കൗൺസിൽ തീരുമാനിച്ചു. എന്നാൽ ഒരു രാജ്യത്തെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഇത്തരം പ്രമേയങ്ങൾ അത് ഒരു ക്രിയാത്മകമായിട്ടുള്ള ഫലം ചെയ്യില്ല എന്നും അവ പക്ഷപാതപരമാണെന്നും ഒക്കെ ഇന്ത്യയുടെ ദീർഘകാലമായിട്ടുള്ള നിലപാട് അങ്ങനെയാണ്. ഇന്ത്യയുടെ ഈ പിന്തുണയ്ക്ക് ഇറാൻ പരസ്യമായി നന്ദി അറിയിക്കുകയും ചെയ്തു. അന്യായവും രാഷ്ട്രീയ ലക്ഷ്യമുള്ളതുമായിട്ടുള്ള ഒരു പ്രമേയത്തെ എതിർത്തതിന് ഇന്ത്യയോട് നന്ദിയുണ്ടെന്നും നീതിക്കും ദേശീയ പരമാധികാരത്തിനും ഇന്ത്യ നൽകുന്ന പ്രാധാന്യമാണ് ഈ നിലപാട് പ്രതിഫലിപ്പിക്കുന്നത് എന്നും ഇറാൻ അംബാസിഡർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയും ഇറാനും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടായിരുന്നുവെന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. ഗണിതം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ അറിവുകൾ ഇറാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ചബഹാർ തുറമുഖം പോലുള്ള തന്ത്രപ്രധാനമായ പദ്ധതികളിലൂടെ ഇന്നും ആ സൗഹൃദം ശക്തമായി തുടരുന്നുമുണ്ട്. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ തങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങൾക്കും തത്വങ്ങൾക്കും ഇന്ത്യ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവാണ് ഈ വോട്ട്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം വിദേശ നയത്തിൽ ഉറച്ചു നിൽക്കാൻ ഇന്ത്യ കാണിച്ച ആർജവമാണിത് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.